നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. ആദ്യം കയറിയത് സ്പൈക്കുട്ടനാണ്. അത് കഴിഞ്ഞ് നെവിൻ കൺഫെഷൻ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ സ്പൈക്കുട്ടൻ വീടിനകത്തെല്ലാം കറങ്ങി നടന്ന ശേഷം സ്പൈക്കുട്ടൻ നേരെ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. അവിടെ ഡോർ തുറക്കുമ്പോൾ ഇതാ നെവിൻ അവിടെ ഇരിക്കുന്നു. നെവിൻ കുറേയധികം കാര്യങ്ങൾ കൺഫെഷൻ റൂമിലിരുന്ന് പറയുന്നുണ്ട്. ഞാൻ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി. ഞാൻ ഇവിടെ വന്നത് കൊറിയോഗ്രാഫറായിട്ടാണ്. പക്ഷേ ഇനി ഞാൻ കളിക്കാൻ പോകുന്നതും ഇവിടെ നിൽക്കാൻ പോകുന്നതും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അവരെനിക്ക് ഇത്രയും സപ്പോർട്ട് തന്ന് എന്നെ ഇവിടെ നിലനിർത്തിയതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. ഇനി ഞാൻ അനീഷേട്ടനെ പോലെ കളിക്കും. അനീഷേട്ടനെ പോലെ ഞാനിവിടെ ഒരു ഗെയിമറായിട്ട് നിൽക്കും. അങ്ങനെ സ്പൈക്കുട്ടൻ വന്ന് നെവിനെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും തന്നെ കൺഫെഷൻ റൂമിലേക്ക് കയറി. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് നെവിൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ആദില നൂറയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ ആദില നൂറയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നെവിൻ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം അതിലൂടെയൊക്കെ എണീറ്റ് എങ്ങ് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുമോളുടെ അടുത്തും അനുമോൾ യു സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് നേരെ ഹഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നെവിൻ നേരെ പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു. അതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുമ്പോൾ നെവിൻ ഒന്ന് കരയുന്നുണ്ട്. കരയുന്ന പോലെ നെവിൻ്റെ ഒരു കാർച്ചയുണ്ടല്ലോ, ആ വലിയൊരു കാർച്ച കയറി. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് എവിടുന്ന് ഒരു കേക്ക് കണ്ടുപിടിച്ചു ഫ്രിഡ്ജിൻ്റെ ഒരു മൂലയെന്ന്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നെവിൻ വരുമെന്ന്?